തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പ്രതിസന്ധിയിലേക്ക്. ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായേക്കും. സത്യപ്രതിജ്ഞാ വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പ്രതിസന്ധിയിലേക്ക്. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ LDF. തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്നാണ് ആവശ്യം. നിയമപരമല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളുടെ വോട്ട് അസാധുവാക്കുമെന്നും ചൂണ്ടിക്കാട്ടും. കോടതി വിധി LDFന് അനുകൂലമായാൽ BJP ഭരണത്തിന് തന്നെ തിരിച്ചടിയാകും. BJP കൗൺസിലർ R. സുഗതൻ ജയിലിലായതിനാൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകും. സത്യപ്രതിജ്ഞാ ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ചും കൗൺസിലറായ R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടും തിരുവനന്തപുരം മേയർക്കെതിരെ LDF നടത്തിയ ഓഫീസ് ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. നിയമസഭയിൽ ഉറങ്ങുന്നുവെന്ന് പരിഹസിച്ച് പ്രചരിക്കുന്ന വീഡിയോയ്ക്കെതിരെ പാറശാല MLA CK ഹരീന്ദ്രൻ. ഡെങ്കിപ്പനി ബാധിച്ച് ഒരാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നുവെന്നും CK ഹരീന്ദ്രൻ പറഞ്ഞു. വിശ്രമം ആവശ്യമായിരുന്നെങ്കിലും ബജറ്റിനെ തുടർന്നുള്ള ചർച്ചയായതിനാലാണ് സഭയിൽ പങ്കെടുത്തതെന്നും MLA ഫേസ്ബുക്കിൽ കുറിച്ചു. MLA സഭയിൽ ഉറങ്ങിയാണെന്ന തരത്തിലുള്ള ഏതാനും സെക്കൻഡുകളുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെയാണ് CK ഹരീന്ദ്രൻ രംഗത്തെത്തിയത്. രോഗാവസ്ഥയിൽ നിന്നുള്ള ശാരീരിക ക്ഷീണം ഒരു യാഥാർത്ഥ്യമാണെന്നും അതിനെ മനുഷ്യത്വപരമായി കാണുന്നതിന് പകരം പരിഹാസത്തിനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഖത്തർ ഗ്യാസ് പ്ലാന്റിലെ പൊട്ടിത്തെറി. മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ പ്രകൃതിവാതക പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തൂണേരി വെള്ളൂർ സ്വദേശി കരിയുള്ളതിൽ അർജുനനായിരുന്നു അപകടത്തിൽ മരിച്ചത്. ഇന്ന് പുലർച്ചെ 2:30-നാണ് മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ചത്. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി 6:30 വീട്ടിലെത്തിച്ചു. ഖത്തർ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ പ്രകൃതിവാതക പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ച ഏക മലയാളിയാണ് അർജുൻ. ഞായറാഴ്ച രാത്രിയാണ് ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ പ്ലാന്റിൽ സ്ഫോടനമുണ്ടായത്. അറ്റകുറ്റപ്രവർത്തികൾക്കിടെയായിരുന്നു പൊട്ടിത്തെറി. അപകടത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണാണ് കൊച്ചിയിൽ ഫലം പ്രഖ്യാപിക്കുക. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ ഫലം വൈകിയതിനാലാണ് ഇത്തവണ കീം ഫലവും വൈകിയത്. 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചെങ്കിലും മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിയെ സമീപിച്ചതോടെയാണ് ഇത് മാറ്റിവെച്ചത്. CBSE റീവാലുവേഷൻ മാർക്ക് കൂടി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് പരിഷ്കരിച്ച ശേഷം ആണ് ഫലം പ്രഖ്യാപിക്കുന്നത്. വിവരങ്ങൾ ബന്ധപ്പെട്ട വെബ്സൈറ്റിലൂടെ അറിയാം. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാനിടയില്ല. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബില്ല് പാസ്സായാലും വിൽപ്പന സാധ്യമല്ലെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ പറയുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്.